അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ ബില്ലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് മൈ വേ ബൈ കല്യാണി. ഈ കറുപ്പെന്ന നിറത്തെ കുറച്ചിലായിട്ട് കാണുന്ന ആൾക്കാരെ കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം. ഈ ഒരു സാധനത്തിൽ കണ്ട് ഇവരുടെ മുഖത്ത് വരുന്ന ചേഞ്ചസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് മേടിച്ചിടുകയും അത് ഇട്ടതിന് ശേഷം അവർക്ക് റിസൾട്ട് കിട്ടിയവർ കാണും, കിട്ടാത്തവർ കാണും. എന്നാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റും കൂടെ ആ ഒരു സൈഡിൽ കൂടെ തന്നെ വരുന്നതായിരിക്കും. അതിനാണ് നിലവിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ മുഖത്ത് പല തരത്തിലുള്ള ക്രീമുകൾ വാരി പുരട്ടുമല്ലോ. കാരണം കിട്ടുന്ന പൈസ 50, 60, 70 ഒന്നിൽ കൂടുതലും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിനെ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്ക് തന്നെ ഉണ്ട്. വേണമെങ്കിൽ ചിലപ്പോൾ ക്രീം ഇട്ടതിന് ശേഷം ഫിൽറ്റർ ഇട്ട് കാണിച്ചിട്ട് പറയും, കണ്ടോ എനിക്കുണ്ടായ ചേഞ്ചസ്. അപ്പോൾ ഇത് കാണുന്ന കറുപ്പിനെ കുറച്ചിലായിട്ട് കാണുന്നവർ, അയ്യോ ചേച്ചി ഇത്രയും മാറി ചേച്ചി, എന്നാൽ ഞാനും കൂടെ ഒന്ന് മാറട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ വരെ തേക്കും. എല്ലായിടത്തും തേച്ചാൽ വിളക്കത്തില്ല, മുഖത്ത് തേച്ചാൽ ചിലപ്പോൾ വിളക്കുമായിരിക്കും. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിച്ചു കൂട്ടും. അപ്പോൾ ഇങ്ങനെ മാറി ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് എന്ത് പറ്റും? മുഖത്തിന് അതിനൊരു സൈഡ് എഫക്റ്റ് അടിക്കുമല്ലോ. അങ്ങനെ ഒരു സാമാനം ചേച്ചിക്ക് അങ്ങ് അടിച്ച് ഉള്ള കാര്യം അത് തന്നെ. അങ്ങനെ കയറി അങ്ങ് അടിച്ചപ്പോഴത്തേക്ക് ഓടി സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ നിൽക്കാതെ, കാരണം സ്വന്തമായിട്ട് ഭയന്നുപോയി. ഇനി ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് അലമ്പാക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് മൈ ഫേസ്. അപ്പം ആ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ കമന്റ് ഉണ്ട്, ഈ പെൺകുട്ടി ഇങ്ങനെ അല്ലായിരുന്നു മുമ്പ് ഇരുന്നത്, ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പം എന്താണ്, കറുപ്പിനെ കുറച്ചിലായിട്ട് കാണുന്ന ഒരു പരിപാടി തന്നെയാണല്ലോ ഇവിടെയും. ഒന്നും താത്തി കെട്ടണ്ട, ഒന്നും മോളി കെട്ടണ്ട. അങ്ങനെ സ്വന്തം മനസ്സിൽ തോന്നുന്ന ആൾക്കാരെ ഇമാതിരി പരിപാടിക്ക് നിൽക്കത്തുള്ളൂ. അല്ലാത്തവർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ ജീവിതം എന്താണ് ഡേ ടു ഡേ ലൈഫിലേക്ക് അവർ വ്യതിചലിക്കും, ആ രീതിയിലേക്ക് പോകും. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഇങ്ങനെ മുഖത്തിന് കുറേ സംഭവങ്ങളൊക്കെ സംഭവിച്ചപ്പോഴത്തേക്കിനും സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്തതും അതങ്ങ് ഇല്ലാതാക്കാനായിട്ട് നോക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇനിയും മറ്റേ കുളം കുഴിക്കേണ്ട അടുത്ത് കായൽ കുഴിച്ച അവസ്ഥയായിരിക്കും വരുന്നത്. അതുകൊണ്ട് ചെയ്യാതെ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. തൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും അതിന് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം എന്താണെന്നും ആ ഉണ്ടായ അവസ്ഥ എന്താണെന്നും ഇതിനകത്തൊരു വോയിസ് ക്ലിപ്പ്, അതായത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നുള്ള അല്ലെ ക്ലിനിക്കിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വോയിസ് ഉണ്ട്. അവരെ വിളിച്ച് ചോദിക്കുന്നത് നമ്മുടെ ദേവ് ടോക്കിലെ ദേവാണ്. ചാനൽ ദേവ് എന്ന് പറയുന്നത് രേണുസുധയുടെ വിഷയത്തിൽ ദേവൂട്ടി എന്ന് ഇവർ പറഞ്ഞു. കേട്ട് എനിക്ക് ദേവു എന്നായി. ദേവ് ടോക്കാണ് അവർ വിളിച്ചു ചോദിക്കുന്നത്. അപ്പം ആളുടെ വോയിസും ആ ക്ലിനിക്കാരുടെ വോയിസും അതിനകത്ത് വ്യക്തമായിട്ട് വെക്കാം. അപ്പം ഈ കഥ ഇങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചേച്ചി നോക്കുമ്പോഴത്തേക്കിന് ചേച്ചി ഒരു ആരാണ്, ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബറാണ്, മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ളതാണ്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരെ തകർക്കാനും കഴിയും, ആരെ രക്ഷിക്കാനും കഴിയും. അപ്പോൾ ഇങ്ങനൊരു മെൻറ്റാലിറ്റി ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സിന് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചിന്തിക്കുന്നത് എന്താ പറയുക, എൻ്റെ കല്യാണമാണ് നാളെയെങ്കിൽ എൻ്റെ കല്യാണത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന പന്തലിടുന്നത്, ഫുഡ്, ബാക്കിയുള്ള ഒരുപാട് പരിപാടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടീമിനെ വിളിക്കാം, കൊളാബടിക്കൂ, ഞാൻ ഫേമസ് അല്ലേ, നിങ്ങൾക്ക് കൂടുതൽ വർക്ക് കിട്ടുമല്ലോ, എൻ്റെ വർക്കിൽ കിട്ടുന്ന പൈസേനേക്കാളും കൂടുതൽ വർക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ഇപ്പം അവതാരകനായിട്ട് നിൽക്കുന്ന കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി വരെ ഇമാതിരി പരിപാടി കാണിച്ചതായിട്ടൊക്കെ എനിക്കറിയാം. പക്ഷെ നിൽക്കുന്നവർ നിൽക്കാത്തത് മാറിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ള കാര്യം. വാട്ടവർ ഒരു കടയിൽ ചെന്ന് കഴിച്ചാൽ പോലും ഒരു ബിരിയാണി മേടിച്ച് ഞാൻ ഇൻഫ്ലുവൻസറാണ്, ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാം, ആ 130 രൂപ ബിരിയാണിയുടെ കുറച്ച് തരാമോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനത്തെ അവർക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി മിസ്യൂസ് ചെയ്യുന്ന പരിപാടികൾ അത്രേ ഉള്ളൂ. പൈസ കൊടുത്ത് മേടിക്കണ്ട. നമ്മളെ ഏതെങ്കിലും ഒരു ബയേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഡ്സോ ആരെങ്കിലും നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർക്ക് പറ്റിയൊരു സാധനമല്ല. ഇൻഫ്ലുവൻസ് കണ്ടിട്ട് അവർ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴാണല്ലോ ആ ഇൻഫ്ലുവൻസർക്ക് ഒരു വില ഉണ്ടാകുന്നത്. അത് അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നത് വലിയ നടപ്പായ വശമൊന്നുമല്ല. അങ്ങനെ അങ്ങോട്ട് ചെന്ന് ചേച്ചി ചോദിച്ചപ്പോഴത്തേന് ചേച്ചിക്ക് കാര്യമായ ഒരു പരിഗണന ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന യൂട്യൂബർക്ക് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ തന്നെ എന്തോ ചെയ്ത് അവനെ പൊക്കിക്കെട്ടാനും അവനെ താത്തിക്കെട്ടാനും ഞാൻ മാത്രം മതിയല്ലോ. അങ്ങനെ ചേച്ചി താത്തിക്കെട്ടിയ പരിപാടിക്ക് അത് എന്തൊക്കെയാ പറയുന്നത്, BDS എന്നോ MBBS എന്നോ ഇത് രണ്ടും കൂടെ ഒക്കെ പഠിച്ചിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്തെന്ന് സ്കിന്നിൻ്റെ. അങ്ങനെയൊക്കെ പറ്റുവാടെ. BDS-ഉം MBBS-ഉം അങ്ങനെ പഠിക്കൂല്ലേ, പഠിച്ചിട്ട് ഒരു ക്രാഷ് കോഴ്സ് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നത്. എന്താ പിന്നെ എന്തിനാ 7-8 വർഷം അവിടെ കൊണ്ട് കളഞ്ഞത്, ക്രാഷ് കോഴ്സ് അങ്ങ് ചെയ്താൽ പോലായിരുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ. അങ്ങനെ ചേച്ചി ഒരു വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ വീഡിയോ ചേച്ചി പുട്ട് വയ്ക്കുന്നു, പുട്ട് തള്ളുന്നു, അതിൻ്റെ കൂടെ ഹോസ്പിറ്റലിനെ പിടിച്ച് വെച്ച് തള്ളുന്നു. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാതെ കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പേര് ചേച്ചിക്ക് പറയേണ്ടി വരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചാൽ കമൻറ്റ് ബോക്സിലാണ്. അങ്ങനെയാണ് അവരേക്ക് കോളിലെത്താനായിട്ട് ഇടയായത്. ആദ്യം ആ വീഡിയോ കണ്ട് ആ ഒരു കോമന്റ് കണ്ടതിന് ശേഷം നമുക്ക് ആ വോയിസിലേക്ക് എത്താം. വളരെ പെട്ടെന്ന് എത്തിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവും.
ഇന്ന് രാവിലെ അപ്പുക്കുട്ടന് സ്കൂൾ അവധിയാണ്, പക്ഷേ സീച്ചറിന് ജോലിക്ക് പോകണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കേട്ടോ. ഇപ്പം ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ മുടിയൊക്കെ കെട്ടി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ പുട്ടെല്ലാം വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ടു. ഒരുപാട് പേര് ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞ ഒരു പരിധിയിൽ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ വലിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എന്താ ചുരുക്കി അതായത് എല്ലാ പ്രൂഫുകളും ആയിട്ട് വ്യക്തി എവിഡൻസ് ആയിട്ട് വലിയൊരു വീഡിയോ ഇടാന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു 2 മിനിറ്റുള്ളിൽ ചേച്ചി പുട്ട് തള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. ആ പുട്ട് തള്ളിക്കൊണ്ട് നിൽക്കുന്ന പുട്ടിന്റെ കൂടെ ഇത് പറയാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതാണ് ഭീഷണിയുടെ സ്വരമായിട്ട് എനിക്ക് മനസ്സിലായത്. നമ്മളെ അല്ല ഭീഷണിപ്പെടുത്തുന്നത്, ആ ഹോസ്പിറ്റലുകാരെ. അവരാ പ്രൂഫുമായിട്ട് വരുന്നതിന് മുമ്പ് തടയിടുക, എങ്ങനെയെങ്കിലും പ്രൊമോഷൻ കൊടുക്കുക, ആ പെണ്ണിനെ നമ്മൾ പിടിച്ചു നിർത്തുക. ആ ഭീഷണിയുടെ സ്വരം ചേച്ചി പുട്ടിനകത്തൂടെ തള്ളി പുറത്തേക്ക് വിടുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSഉം MBBSഉം പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയും ഒക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷേ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ മക്കളെ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ചേച്ചിക്ക് നല്ലോണം പാചകം വെക്കാൻ അറിയാം. പുട്ട് തള്ളുന്ന പോലെ തന്നെ ജീവിതത്തെ ഒരു സൈഡ് കൂടെ തള്ളിക്കൊണ്ട് മാറ്റാൻ പറ്റുമെന്നും നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, അവിടെ എഴുതി വെപ്പിച്ചു, ബില്ലൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ കാണിച്ചപ്പോഴത്തേന് പകുതി ബില്ലൊക്കെ എടുത്ത് കാണിച്ചാൽ പോരായിരുന്നോ? പകുതി ബില്ലെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? എമൗണ്ട് ആണോ പകുതി, അതോ കീറി പകുതിയായിട്ടുള്ള പേപ്പറിന്റെ പകുതി കഷ്ണമാണോ കയ്യിരിക്കുന്നത്? ചിലപ്പോൾ പേപ്പറിന്റെ പകുതി കഷ്ണമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ മൊത്തമായിട്ട് ചേച്ചി കാണിക്കാനായിട്ട് കാര്യം. കുഴപ്പമൊന്നുമില്ല. അപ്പം ഹോസ്പിറ്റലുകാരെ ഡിപ്പെൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെന്താണ് സംഭവം. പ്രൊമോഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ചേച്ചി കാണിച്ചൊരു ചുരുക്കാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിനെ ഈ ഒരു രീതിയിലേക്ക് പറയാനിടയുണ്ടായ സാഹചര്യം. എന്നാൽ ഈ ഹോസ്പിറ്റൽ എന്താണെന്നും ഈ ക്ലിനിക്കിനെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ താഴെ വന്നിട്ട് രേവതി ഷിറിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു കമൻറ്റ് ചെയ്യുന്നത്. അതിനകത്താണ് ദെയർഫോർ ഐ ആണോ ചേച്ചി, എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാ റിപ്ലൈ തരണേ പ്ലീസ്. റിപ്ലൈ കൊടുത്തു അതെ. എന്നിട്ടത് പിൻ ചെയ്ത് ചേച്ചി മുകളിലേക്ക് എടുത്ത് കയറ്റി വെച്ച് കൊടുത്തു. അപ്പം മനസ്സിലായല്ലോ അതാണ് സംഭവം എന്നുള്ളത്. അപ്പം ആ സ്ഥാപനത്തിനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വേണം? ആ സ്ഥാപനത്തെ വിളിച്ച് അന്വേഷിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു തട്ടിപ്പ് കാണിച്ചോ? നിങ്ങൾ ഈ പകുതി ബില്ലാണോ കൊടുത്തിരിക്കുന്നത്? അവർ 1 ലക്ഷം രൂപ ചിലവാക്കി നിങ്ങൾ 50,000 ബില്ലാണോ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ ക്ലിനിക്കിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള ക്രാഷ് കോഴ്സ് 6 മാസത്തെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത്? നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന രീതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവ് വിളിച്ചു. ദേവ് നല്ലോണം ചോദ്യം ചെയ്യുന്നവനാ. ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സിനകത്ത് 24 ഉണ്ടായിരുന്നല്ലോ അവരെ പരിപാടി. ചോദ്യം ചെയ്തില്ലേ പിടുക്ക പറപ്പിക്കുന്ന കണക്ക്. അതുപോലെ ചോദ്യം ചെയ്യുന്ന ഒരുത്തനാ വിളിച്ച് ചോദ്യം ചെയ്തവരോട്. ആ ആള് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടാ. അപ്പൊ ചോദ്യം ചെയ്യുന്നതിന്റെ രീതി മാറും. പല ഭാഷയിലൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്നിരിക്കും. മറ്റേ അമ്പാൻ സിനിമയ്ക്കകത്ത് 2-3 ഡയലോഗ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ചിലപ്പം അവനും അതിനകത്ത് പറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അവൻ പറഞ്ഞുള്ള നമുക്ക് ആ കാര്യം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഫസ്റ്റ് വിസിറ്റ് അറൗണ്ട് ഒരു 8 months മുന്നെയാണ് ക്ലയന്റ് വന്നത്. ആൻഡ് ആളുടെ കൺസേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു വൈറ്റനിങ് ക്രീമാണ്, സ്റ്റിറോയിഡ് ക്രീമാണ്, വൈറ്റനിങ് ക്രീമാണ്. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ആളുടെ സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്ത് ഏത് ക്രീം പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നു, ഓരോന്നിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അവന്മാരുടെയൊക്കെ സ്കിന്നിന് ഇതുപോലുള്ള പരിപാടികൾ ഉണ്ടാക്കാനും 100 രൂപയുടെ ക്രീം മേടിച്ചിട്ട് 1,050 രൂപയുടെ ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പ്രൊമോഷൻ കാണിക്കുന്ന പരിപാടി, അങ്ങനെ ഉണ്ടായ സാധനം.
യൂസ് ചെയ്ത് ആൾക്ക് ഫെയർ ആയി, കുറച്ച് സ്കിൻ ഒന്ന് വെളുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വെച്ചിട്ട് പിഗ്മെന്റേഷൻ വരാൻ തുടങ്ങി ആളുടെ സ്കിന്നിൽ. അപ്പൊ ആൾക്ക് മനസ്സിലായി അതിന്റെ എന്തോ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടാണ് ആള് ഞങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ ഡോക്ടറിനെ തന്നെയാണ് ആള് ഫസ്റ്റ് വിസിറ്റ് ചെയ്തും ഫുൾ കണ്ടതും ഡോക്ടറിനെ തന്നെയാണ്. ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ഞാൻ ഓഫീസിലെ സ്റ്റാഫാണ്, ട്രിവാൻഡ്രം ഓഫീസിലെ സ്റ്റാഫാണ്. പറഞ്ഞോളൂ. ആൻഡ് വിസിറ്റിൽ വന്നിട്ട് മാമിനെ കണ്ടു. അപ്പൊ മാം പറഞ്ഞു ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിറോയിഡ് ക്രീം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അത് നമ്മളങ്ങനെ കൈൻഡ് ഓഫ് ഈ സ്റ്റെറോയിഡ് ക്രീമിന്റെ പ്രത്യേകത എന്തോന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഉടനടി ആ റിസൾട്ട്. ഇതാണ് ഈ സാധനം. അത് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്. സ്റ്റെറോയിഡ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. അതേ സാധനം ചേച്ചിക്ക് ഇവിടെ കറങ്ങിയടിച്ചു. സ്റ്റിറോയിഡ് ക്രീം കൊടുക്കാറില്ല. അതിന് വേണ്ടിയിട്ട് നമ്മള് ഗ്ലൂട്ടൻ IV സജസ്റ്റ് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആളുടെ. നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തതിന് ശേഷമാണ് ആൻഡ് IVs എടുത്തു ഒരുപാട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെഷന് ആള് വന്നപ്പോ ആള് കൊളാബ് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു? യെസ്, ആളുടെ ഫീൽഡ് ആണല്ലോ, ലൈക് ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ നമുക്ക് ആക്ച്വലി എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ കൊച്ചിയിലെ പനമ്പള്ളി ക്ലിനിക്കിലെ മഞ്ജു വാര്യർ തൊട്ട് എല്ലാരും നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഒരു പ്രൊമോഷനോ ഒരു ആഡോ ചെയ്തിട്ടില്ല. ഇവൻ പെയ്ഡ് ആഡ് പോലും നമ്മൾ സെലിബ്രിറ്റീസിനെ വെച്ച് ചെയ്തിട്ടില്ല. അത് മോശമായിപ്പോയി. മഞ്ജു വാര്യരൊക്കെ എവിടെ കിടക്കുന്നു? മൈവേവേ കല്യാണി പറഞ്ഞ നേരത്തല്ലേ ആൾക്കാർ കാണാനായിട്ടിരിക്കുന്നത്. മഞ്ജു വാര്യരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നതല്ലാതെ മോശമായി പോയിട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു വലിയ ഇൻഫ്ലുവൻസറെ എങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കരുതായിരുന്നു. സിഇഒക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ചെയ്യാനാണെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസും നമ്മുടെ ക്ലയൻസ് ആണ് പനമ്പള്ളിയില്. We are not interested. Ma'am is not interested on that. Because നമുക്ക് അല്ലാതെയുള്ള ആഡ്സ് മതി എന്നാണ് ആളുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോ നമ്മള് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമും അല്ല നമ്മുടെ കമ്പനി വന്നിട്ട് ഈ ഒരു സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ കൊളാബ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. എത്ര വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് അറിയോ? 15 വർഷത്തിന് മേലെയായി. കൃഷിയിലും ടെക്സ്റ്റൈലും ഒക്കെ ഞങ്ങള് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷം ആവുന്നു. ഓക്കെ. അപ്പൊ ഇവര് എനിക്ക് തോന്നുന്നു നാട് കൊല്ലത്താന്ന് തോന്നുന്നു. അപ്പൊ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് ആരെങ്കിലും പറഞ്ഞിട്ട് അറിഞ്ഞതാണോ അതോ ഡയറക്റ്റ് വിളിച്ചു വന്നതാണോ? മാമിന്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആള്. മാമിനെ ഭയങ്കരമായിട്ട് ഫോളോ ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പയർ ചെയ്ത് വന്ന ഒരു ക്ലയന്റ് ആണ് അയാള്. ഇവര് അല്ലാതെ നോർമൽ കൺസൾട്ടേഷൻ വരുമ്പോൾ പോലും കൺസൾട്ടേഷൻ ടൈമിൽ കരച്ചിലാണ്. ഇവരുടെ വ്യൂവേഴ്സ് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടു, എന്താ കറുത്തിരിക്കുന്ന എന്താ. അവരുടെ ഈ ഒരു പ്രശ്നം വരാനുള്ള റീസൺ എന്താണ്? മീൻ ഇങ്ങനെ ഒരു ബില്ല് ചോദിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ബില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊടുക്കാതിരിക്കുന്നതല്ല, ആൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എനിക്ക് പ്രോപ്പർ റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അത്രയും പേയ്മെന്റ് ചെയ്ത് വന്നിട്ട് കൊളാബ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എനിക്ക് അവരെ റിജക്ട് ചെയ്തു, അവരെ ക്ലിനിക്കുകളിൽ റേറ്റ് കുറവാണ് എന്നൊന്നും ആൾക്ക് പബ്ലിക്കലി പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു ക്ലയന്റിനോട് റേറ്റ് പറഞ്ഞ് കൺസൾട്ടേഷൻ കഴിഞ്ഞ എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് പോകുന്നത്. ആദ്യം പോസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. പിന്നെ കൊളാബ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്കത് താല്പര്യമില്ല, നമ്മൾ അങ്ങനെ ആരെയും പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഗെയിൻ ആള് 2-3 സെഷൻ വീണ്ടും വന്നു. പേയ്മെന്റ് ചെയ്ത് തന്നെ ആള് പ്രൊസീജിയർ ഒക്കെ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ ഒരു 3-4 സെഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് ആള് പറഞ്ഞു. ആള് ഇതിന്റെ ഇടയിൽ വേറെ ഒരു ക്ലിനിക്ക് വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തപ്പോ നമ്മുടെ റേറ്റ് ആയിട്ട് മിസ്മാച്ച് ഉണ്ട്. നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ക്ലയന്റിനോട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന എമൗണ്ട് പറഞ്ഞ ക്ലയന്റിന്റെ കൺസെന്റ് എടുത്തതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ്. എല്ലാ ബില്ലും ക്ലയന്റ് പോകുമ്പോൾ തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. അവര് പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മുടെ ബാങ്കിനകത്ത് തന്നെ ഫിസിക്കലി നമ്മൾ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നമ്മള് ലീഗലി മൂവ് ചെയ്തല്ലോ, നമ്മളും ലീഗലി നമ്മളാണ് ആക്ച്വലി ലീഗലി ഞങ്ങള് ഇന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിച്ചപ്പോഴാണ് അവര് കംപ്ലൈന്റ് കൊണ്ട് വന്നത്. ഓ അങ്ങനെയാണല്ലേ. അപ്പൊ ചേച്ചിയുടെ വീഡിയോക്കകത്ത് അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ കംപ്ലൈന്റുമായിട്ട് മൂവ് ചെയ്തു, അങ്ങനെ അവരവിടെ വന്നു സൈൻ ചെയ്ത് വെച്ചിട്ടൊക്കെ പോയിന്ന്. അതായത് ഇവർ കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേക്കിന് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കംപ്ലൈന്റ് എതിരായിട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ വന്നിട്ടാണ് നമ്മുടെ മൈ ബേബേ കല്യാണി വന്ന് കൊടുത്തിരിക്കുന്നല്ലേ. എന്തൊരു പേരാ കുഞ്ഞെ, മൈ ബേബേ കല്യാണി. പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഫോളോവേഴ്സ് എങ്ങനെ ആയിരിക്കും പറഞ്ഞു, യോ മൈ ബേബേ കല്യാണിയുടെ വീഡിയോ വന്ന് കാണിരിക്കില്ലേ, യോ മൈ ബേബേ കല്യാണി ഇല്ല പോകുന്നത്, യോ മൈ ബേബേ കല്യാണി. ഓ കഷ്ടം തന്നെ. അവരുടെ കംപ്ലൈന്റ് എന്തായിരുന്നു? അവരുടെ കംപ്ലൈന്റ് ബിൽ കൊടുത്തില്ല, അവരുടെ റെക്കോർഡ് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് ആക്ച്വലി.
കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാതെ അവര് ഞാൻ ചോദിക്കട്ടെ, ഒരു 8 മാസം മുൻപുള്ള ഒരു ക്ലയന്റ് ബിൽഡിംഗ് കിട്ടിയിട്ടില്ലെങ്കിൽ 8 മാസം കണ്ടിന്യൂസ് ആയി വരും. 8 മാസം എടുത്ത് നമ്മള് എന്താണ് നമ്മൾ ചീറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്കാം ആണെന്ന് അവര് റിയലൈസ് ചെയ്യാൻ. എത്ര നാൾ വന്നിട്ടുണ്ട് അവിടെ? 8 months പ്ലസ് വന്നിട്ടുണ്ട്. 8 മാസം അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കുട്ടി തനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണെന്ന്. 8 മാസം ചെറിയ കാലയളവൊന്നും അല്ലല്ലോ, അത്യാവശ്യം ലോങ് കാലയളവ്. എത്ര സിറ്റിങ് കഴിഞ്ഞാണുമായിരിക്കും അല്ലേ? പാവം. ഇവരുടെ കൺസേൺ ഇവർക്ക് വിലക്കണം, അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയണം, മെലിയണം, ഇതൊക്കെയാണ്. പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ലീഗലി മൂവ് ചെയ്തപ്പോ കോർട്ട് ത്രൂ ഒരു പേപ്പർ അയച്ചു. അപ്പൊ അത് നമ്മുടെ അഡ്വക്കേറ്റ് തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കോർട്ട് ത്രൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള വേർഷൻ, ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഐ മീൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കംപ്ലൈന്റ് ആക്ച്വലി ഞങ്ങളാണ്. ഞങ്ങൾ എന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ അവരെ വിളിപ്പിക്കുമല്ലോ, രണ്ടുപേരെയും കൂടെ. അല്ല, ഞാൻ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു. ഇപ്പൊ അവര് ഇങ്ങനെ അലിഗേഷൻ വന്നതിന് ശേഷമാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഭയങ്കര മെസ്സപ്പ് ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇവരുടെ ഹസ്ബൻഡ് ഒറ്റയ്ക്ക് വന്നത്, ഹസ്ബൻഡ് കൂടെ വന്ന് ഇവിടെ മെറ്റാ ഗ്ലാസ് വെച്ചിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ പെർമിഷൻ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പറയും ഞാനിപ്പോ ലൈവ് പോകും, ഞാനിപ്പോ ഇത് ഞങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാണ്. വിതൗട്ട് ആ പെർമിഷൻ അവരിവിടെ ചെയ്യുന്നു. പിന്നെ ഫ്രണ്ടിലിരിക്കുന്ന വേറെ അതർ ക്ലയൻസിനോട് ചെന്നിട്ട് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ഡീഫെയിം ചെയ്യാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. സ്റ്റാഫിനെയൊക്കെ ഹറാസ് ചെയ്യുന്ന പോലെ, ലൈക്ക് സ്റ്റാഫിന് എവിടെ ഇപ്പൊ വേണം. അപ്പൊ നമ്മൾ പറയുന്നില്ല ബില്ല് തരുന്നതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും. നമ്മൾ മെയിൽ ത്രൂ, ഇനിയും നമ്മൾ കയ്യിൽ കൊടുത്തിട്ട് അവർ കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളത് മെയിൽ ത്രൂ ഇന്ന് തന്നെ ഫുൾ ഡീറ്റെയിൽസ് തന്നെ തരാം എന്നിട്ട് അവരാണ് സംസാരിക്കുന്നത്. ഇവര് കരച്ചിലും ഭയങ്കര ഇമോഷണൽ സാധനങ്ങൾ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സാറാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മള് മെയിൽ ത്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പൊ ലീഗൽ പേപ്പർ വന്നപ്പോ അങ്ങനെ അയച്ചിട്ടുണ്ട്. ബാക്കി ഈ ഫുൾ ആയിട്ട് ലീഗലി പോകാനാണ് പ്ലാൻ. അതാണ് നമ്മൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്ലോർ, നമുക്കിപ്പോ ഈ വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായി. അതിനകത്ത് അവര് പക്ഷെ ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവരൊരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ ചെയ്യുമോ എന്തോ. അപ്പൊ ലോങ് വീഡിയോ ചെയ്യുമ്പോഴത്തേന് കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഭയങ്കര കല്യാണി പറഞ്ഞായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇതാ കുഴപ്പം. ഇൻഫ്ലുവൻസേഴ്സ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും മറ്റേ ക്യാമറ എടുത്ത് വെക്കുന്നു. മെറ്റാ ക്ലാസ് എനിക്ക് നമുക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നേന്ന് തോന്നുന്നു കേട്ടോ. എന്തുണ്ടായാലും അപ്പോഴും എടുത്ത് വെക്കുക, ക്യാമറ വെച്ച് ഓൺ ചെയ്യുക, ഈ ഒരു സാധനം അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, എടുത്ത് അടിക്കുക. അതിനകത്ത് ഇപ്പം ഇവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് മറ്റേ വീഡിയോയിൽ പെണ്ണ് പറയുന്നത് എന്താണ്, പ്രോപ്പറായിട്ട് ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം അല്ലേ. ആരോപണം അങ്ങോട്ട് പറയുന്നത്, അതിന് തിരിച്ചിങ്ങോട്ട് പ്രത്യാരോപണം തന്നെ. ഇപ്പം ഈ ഒരു ഫോൺ കോളിനകത്ത് ആ സ്ഥലത്ത് ഒരു സ്റ്റാഫും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. എന്നാൽ ഈ വീഡിയോ, ഇവരുടെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്ക് അതിൻ്റെ കമന്റ് ബോക്സിന് താഴെ വ്യക്തമായിട്ട് തന്നെ ആദ്യമേ കാര്യങ്ങൾ മനസ്സിലായി. അതിൻ്റെ കൊളാബ് കിട്ടിക്കാണത്തില്ലല്ലേ, അതായിരിക്കും കാര്യം. കൊളാബ് കിട്ടിയില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. സ്വന്തം പണി കിട്ടിയപ്പോൾ വിശ്വാസമായല്ലോ അല്ലേ. BDS MBBS ഇതൊക്കെ 100,000 കൊടുക്കുമ്പോൾ കിട്ടുന്നത് പോലെയാണല്ലോ പറയുന്നത്. അതെ, അത് തന്നെ നമ്മൾ പറഞ്ഞത്. അതല്ലേ കല്യാണി വിളക്കാൻ പോയതല്ലേ, കണ്ണു തുറന്ന് അപ്പോൾ തന്നെ ഫോൺ ഓണാക്കി നോക്കുന്ന, ഫോൺ ഓണാക്കി വെറുതെ യൂട്യൂബേഴ്സിന്റെ ഓരോ കഷ്ടപ്പാടെ, മുഖത്തെ പാടിന് ഇത്ര വയ്യ ഉദ്ദേശിച്ചോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. MBBS MDS കാർക്ക് ഡെർമറ്റോളജി അറിയില്ലാതെ എന്നാണോ തുടങ്ങിയ ഒട്ടനവധി കമന്റുകൾ. ഈ കമന്റുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ വീഡിയോ പേഴ്സണലായിട്ട് കണ്ട് ഇവർ കണ്ടിന്യൂസ്ലി പ്രൊമോഷനുകളും ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയുടെ പരിപാടികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിനകത്തൊരു കൈപ്പണി കിട്ടുകയും ആ കൈപ്പണിയെ തുടർന്ന് ഓടി അങ്ങടി ചെല്ലുകയും ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു പ്രൊമോഷൻ വീണ്ടും ഒപ്പിച്ചെടുക്കാവോ എന്ന് നോക്കിയതിനകത്ത് ഉണ്ടായ ഒരു കാര്യം തന്നെയായി ഇത്. ബിക്കോസ് ഇവരൊരു നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഇവരവിടെ ട്രീറ്റ് ചെയ്തതിനകത്ത് ഇവർക്ക് അവിടെ റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവരവിടെ ഒരു കൊളാബ് ചോദിച്ചത്. ഈവൻ റിസൾട്ട് ഉണ്ടാവാത്തടുത്ത് നമ്മളെ കൊണ്ട് കൊളാബ് ചോദിക്കാനായിട്ട് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് കാണിക്കേണ്ടി വരുമല്ലോ ജനങ്ങൾക്ക് മുന്നിൽ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ ഇട്ട് കാണിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ആ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് അവിടുത്തെ കസേരയിലൊക്കെ ഇരുന്നായിരിക്കും ഈ പരിപാടികളൊക്കെ നിങ്ങൾ കൊളാബ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം റിസൾട്ട് ഉണ്ടായി. പ്രശ്നം എന്താണ്? ക്യാഷ് കയ്യിൽ നിന്ന് പോയി, കൊളാബ് കിട്ടിയില്ല, ഈഗോ ഹേർട്ട് ചെയ്ത്. ഞാൻ ഇൻഫ്ലുവൻസർ ഇത്രയും കൊളാബ് ചെയ്തിട്ട് നീയൊക്കെ എന്നെ ഒരു പട്ടി വില അല്ലടാ തരുന്നത്, മുകേഷ് MLA ആരെങ്കിലും വേണോ? അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയപ്പോഴാണ് ഡയറക്ട്ലി ലൈവ് ഓർ മെറ്റാ ക്ലാസ് ആയിട്ട് നേരിട്ട് ഐ ആം ദെയർഫോർ ഐ ആം എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു, ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അവർ പറയുന്നു മഞ്ജു വാര്യരോടും ചെയ്യുന്നുണ്ട്, പിന്നെയാണോ നീ ഇറങ്ങി പോടിയെന്ന്. അതാണ് സംഭവം നടന്നത്. ഓടിക്കൊണ്ട് ഹോസ്പിറ്റലുകാർ കേസ് കൊടുക്കുന്നു, ഇവളെ വിളിപ്പിക്കുന്നു, ഇവളപ്പോഴേ ഹോസ്പിറ്റലുകാർക്കെതിരെ വേറൊരു കേസ് കൊടുക്കും. എനിക്ക് ബില്ല് ഒന്നില്ല, എന്നെ പറ്റിച്ചു, നശിപ്പിച്ചു, എല്ലാം കളഞ്ഞു, ചീറ്റിംഗ് കേസ് കൊടുക്കുന്നു. ഇവർ തിരിച്ച് അവരെ ഡീഫമേഷൻ കേസ് കൊടുക്കുന്നു. അങ്ങനെ
അടിപൊളിയായിട്ട് ഒരു ഇൻഫ്ലുവൻസർക്ക് വീണ്ടും അവരുടെ കരിയർ മുന്നിലേക്ക് കൊണ്ടുപോകാനും ആ ഹോസ്പിറ്റലുകാർക്ക് വീണ്ടും വളരാനായിട്ട് ഒരു സാഹചര്യം ആരെങ്കിലും ഒരാളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ഒരു ജെന്യുവിനായിട്ട് ഈ ഒരു വീഡിയോയിലും ഈ ഒരു സംഭവം ഈ ഒരു പ്രതിഭാസത്തിലും നടന്നിരിക്കുന്നത് നമുക്കൊന്ന് കാണുമ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പം ശരി.